നമ്മുടെ ജീവിത ശൈലിയിലും ഭക്ഷണ രീതിയിലും എല്ലാത്തിലും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അത് ഓരോരുത്തർക്കും ഉപകാരമാകട്ടെ എന്നുള്ളതാണ് ഡോക്ടറുടെയും ടീമിന്റെയും പ്രധാന ഉദ്ദേശം. ഇതിന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനും ഒപ്പം തന്നെ നമ്മളോട് രണ്ട് വാക്ക് പറയാനും ഷെയർ ചെയ്യാനായിട്ട് ഡോക്ടർ റഷീദിനെ ക്ഷണിക്കുന്നു. ശാരീരികമായ വ്യായാമങ്ങളൊന്നും പിടിക്കില്ല. മുമ്പ് കുറച്ചൊക്കെ ഓടി നടക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം വ്യായാമമാണ്. ഇപ്പം ശാസ്ത്രീയമായിട്ടും പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നിനേക്കാൾ ഫലപ്രദം ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അമിതമായ ഗ്ലൂക്കോസിനെ കത്തിച്ച് കളയുക. അതായത് മസിലുകൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ എനർജിയിലൂടെ അത് കത്തിപ്പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യായാമം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഷുഗർ കൂടാൻ സാധ്യതയില്ല. മകളെന്ന് ചില പേഷ്യൻസ് വിളിക്കാം, മോളെ എന്ന് പറഞ്ഞത് മാറ്റി പറയണ്ട, അത് തന്നെയാണ് അങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പൊ എന്നെ അങ്ങനെ വിളിക്കുന്നതാണ് ഒരു ഡോക്ടർ, ഒരു അമ്മയായി എൻ്റെ അടുത്ത് വന്നാൽ മോളെ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളെ പഠിപ്പിച്ച് തന്ന് ഞങ്ങളെ വിട്ടിരിക്കുന്നത് നിങ്ങൾ ഓരോ കാൽപാദവും നിങ്ങളെ സ്വന്തം കാൽപാദമായി നിങ്ങളെ സംരക്ഷിക്കുക. നിങ്ങൾക്ക് പുഞ്ചിരി നിങ്ങൾക്ക് സമ്മാനമായി കൊടുക്കണം രോഗികൾക്ക്. നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ പുഞ്ചിരി, ആ പുഞ്ചിരിയിലൂടെ നിങ്ങൾക്ക് 50% രോഗങ്ങൾ രോഗിയുടെ ഭേദമാക്കി അതിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറാണ്. ഇൻസുലിൻ ഇല്ലാത്ത കുട്ടികൾക്കാണ് നമുക്ക് ടൈപ്പ് 1 എന്ന് പറയുന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് നമ്മൾ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ലെവലിൽ ഇൻസുലിൻ കണ്ടു കഴിഞ്ഞ ഒരു മിറക്കിളാണ്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് ആ കുട്ടി നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും ഷുഗർ മരുന്നുകൾ കൊണ്ട്. ഫൈബർ പ്രോട്ടീൻ, ഓക്കെ, ഫൈബർ പ്രോട്ടീൻ ആണ് അതിൽ മെയിൻലി. അതില്ലെങ്കിൽ അത് പുവർ ഡയറ്റ് ആയിരിക്കും. അമ്മമാര് ആക്റ്റീവായി അസുഖം ഇല്ലാണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു ഫാമിലിനെ നമുക്ക് കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഭക്ഷണം നിങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമവും വരാതെ ജീവിതാവസാനം വരെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി പറയും. ബോഡീനെ അബ്സോർബ് ചെയ്യാൻ നമുക്ക് ഇൻസുലിൻ വേണം. അപ്പം ഈ വെയിറ്റ് കൂടുമ്പോൾ എന്താ വെച്ചാൽ ഇൻസുലിൻ സമ്മതിക്കില്ല, ചില ഉള്ളിലോട്ട് കയറാൻ സമ്മതിക്കില്ല. മനസ്സിലാവട്ടെ പറയണേ, പരമാവധി സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ എത്ര നമ്മൾ വെയിറ്റ് പറയുന്നോ അത്രയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു, ഇൻസുലിൻ അത്രയും സുഖമായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻസുലിൻ ഡോസ് നോക്കിയാൽ ബോഡി കൺട്രോൾ ആവും. ഒരു ജാലകം കല്ലായി